ഹായ് ഹലോ, ഞാൻ ആനസ്ലി. വെൽക്കം ബാക്ക് ടു ഇമയ ബൊട്ടിക്. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. എനിക്ക് മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കിലൂടെയാണ് നമ്മുടെ കളക്ഷൻസ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന റെഡി ടു വെയർ ഫുൾ സെറ്റ് ആണ് കേട്ടോ. നമ്മൾ നല്ല അടിപൊളി 3 കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന ഒരു ലൈറ്റ് വയലറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നതും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ പീസ് പോലും ബാക്കിയില്ലാണ്ട് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയി. നമ്മളിപ്പോ 4ാമത്തെ തവണയാണ് ഈ ഒരു കളർ ഷെയ്ഡിൽ വീണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മുമ്പ് കിട്ടാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും ഹക്കോബയിൽ തന്നെ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. 2 കളർ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ലിറ്റഡ് ആയിട്ടും ഹക്കോബ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 2 കളർ ഷെയ്ഡിലാണ്. കഴിഞ്ഞ തവണത്തെ അതേ കളർ ഷെയ്ഡ് തന്നെയാണ്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ആഷ് ബേസിൽ പിങ്ക് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ഹക്കോബ ഫാബ്രിക് ആണ്. അപ്പൊ സ്ലിറ്റർ പാറ്റേൺ വേണ്ടവർക്ക് കഴിഞ്ഞ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഫുൾ സെറ്റ് ആണ്. ഹക്കോബയിൽ വരുന്ന ഫുൾ സെറ്റും ഒപ്പം ഫ്രോക്ക് ടൈപ്പ് മോഡലിൽ വരുന്ന ഒരു ഹക്കോബ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. ഓർഡർ ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈസ് അപ്പൊ തന്നെ മെൻഷൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് ചോദിച്ച് അതിന്റെ റിപ്ലൈക്കൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റം നിങ്ങൾക്ക് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓർഡേഴ്സ് ബാക്കിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് റിപ്ലൈ ആണ് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർഡർ ചെയ്യുമ്പോൾ സൈസും കൂടെ മെൻഷൻ ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഇന്നത്തെ റെഡി ടു വെയർ ഫുൾ സെറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വയലറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ 3X സൈസ് വരെയാണ് കേട്ടോ. നമ്മൾ എന്ത് കളക്ഷൻ ഫുൾ സെറ്റ് ഇടുമ്പോഴും നമുക്ക് വരുന്ന റിക്വസ്റ്റ് ആണ് 3X എന്താ കൊണ്ടുവരാത്ത, 3X മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇത്തവണ 3X ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാർജ് സൈസ് മുതൽ ലാർജ് എക്സ്, ഡബിൾ എക്സ്, ട്രിപ്പിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3X സൈസിൽ ലിമിറ്റഡ് പീസസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 3X ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. വീഡിയോ വരുന്ന മാക്സിമം അത് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു നെക്കാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കിലാണ് ചെയ്തിട്ടുള്ളത്. നോർമലി നമുക്ക് റൗണ്ട് നെക്കും വി നെക്കും ആണ് ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു നെക്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഇഷ്ടത്തിന് ഈ ഒരു നെക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റാറ്. ഇതിപ്പോ നമ്മൾ റയർ ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ് ഈ ഒരു നെക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകം അറിയാം, ഈ ഒരു പാറ്റേണിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിന്റെ ക്ലോസർ റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു നെക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴേക്ക് ബോഡി ത്രൂ ഔട്ട് സീക്വൻസിങ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലാണ് സീക്വൻസിങ് കൊടുത്തിട്ടുള്ളത്. വീഡിയോന്റെ ക്ലോസർ ആയിട്ട് വരുമ്പോൾ കളർ ഷെയ്ഡ് വരുന്നുണ്ട്. ഒറിജിനൽ ആയിട്ട് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസിൽ വരുമ്പോഴാണ് ഒറിജിനൽ കളർ ഷെയ്ഡ് കിട്ടുന്നത്. അതാണ് ഞാൻ ഒത്തിരി ക്ലോസർ ആക്കി വെക്കാത്തത്. താഴേക്ക് വരുമ്പോൾ ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ പ്രിന്റില് നല്ലൊരു സീക്വൻസിങ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്, സാധാരണ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വരാറ്. ഇത് നമ്മള് ബാക്ക് പോർഷനിലും നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബാക്ക് പോർഷൻ വരുന്നത്. സ്ലീവ്സിലും സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റില് ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. 47 ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള ഒരു ക്രേപ്പ് ഫാബ്രിക്കില് ഇലാസ്റ്റിക് വേസ്റ്റിലാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. 40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട്. നല്ലൊരു സിഗരറ്റ് പാന്റിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം കേട്ടോ. നമുക്ക് ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മതിയാവും. ദുപ്പട്ട ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന മോഡലിൽ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഒരു ദുപ്പട്ട വരുന്നത്. നമുക്ക് ദുപ്പട്ടയുടെ ഒരു ഫുൾ വ്യൂ നോക്കാം. 4 സൈഡും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിന്റില് നല്ല ലെങ്ത്തിൽ തന്നെയാണ്. 2.5 മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട്. നമുക്ക് വൺ സൈഡ് ആയിട്ടോ തട്ടായിട്ടോ വെയർ ചെയ്യാൻ പാകത്തിന് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. നല്ലൊരു പാറ്റേണും നെക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ലാർജ് മുതൽ 3X വരെയാണ്. പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഹക്കോബ കോട്ടൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മീറ്ററിന് നല്ല റേറ്റ് വരുന്ന ഒരു ഫാബ്രിക് കൂടിയാണ്. നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലേക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പാകത്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1199 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു നെക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് സീക്വൻസിങ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നുണ്ട്. നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഡിജിറ്റൽ പ്രിന്റ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത്. ബാക്ക് പോർഷനും ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത് ഒരു യെല്ലോ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രിന്റിലാണ് ഈ ഒരു ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. നല്ലൊരു പ്രിന്റിലാണ് ഈ ഒരു ടോപ്പും വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് മുതൽ താഴെ വരെ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത്. ത്രൂ ഔട്ട് സീക്വൻസിങ് നമ്മൾ മുന്നത്ത് കണ്ടതുപോലെ തന്നെ സീക്വൻസിങ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നുണ്ട്. താഴെ സീക്വൻസിങ്ങോട് കൂടിയിട്ട് നല്ലൊരു പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് താഴത്തെ ഒരു പാറ്റേൺ വരുന്നത്. ഇതിൽ നെക്സ്റ്റ് ഫീച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്ക് പോർഷൻ ആയിരുന്നു. ബാക്കിലും നമ്മൾ നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ മാത്രമാണ് കളർഫുൾ ആയിട്ട് ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത്. ബാക്ക് പോർഷനിൽ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഫ്ലവർ ഷേപ്പിൽ ഡിജിറ്റൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ സെയിം പ്രിന്റിൽ ഒരു യെല്ലോ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടാണ്. നല്ല കട്ടിയുള്ള ക്രേപ്പ് ഫാബ്രിക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് മൂവ് ഷെയ്ഡിലാണ് ഈ ഒരു ബോട്ടത്തിന്റെ കളർ ഷെയ്ഡ് വരുന്നിട്ടുള്ളത്. 40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് വിയർ ചെയ്തിരിക്കുന്ന മോഡലിൽ ഒരു യെല്ലോ ബോർഡർ 4 സൈഡും കൊടുത്തിട്ട് ഒരു വലിയ പ്രിന്റിലാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് കേട്ടോ. 4 എൻഡും യെല്ലോ ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയൊരു പ്രിന്റില് ഇങ്ങനെയാണ് ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. 2.5 മീറ്റർ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത്തിലാണ് ഈ ഒരു ദുപ്പട്ടയും വരുന്നത്. നമുക്ക് വൺ സൈഡ് ആയിട്ടോ കട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു ദുപ്പട്ടയും വരുന്നത്. ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നത്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ 3XL വരെയാണ് കേട്ടോ. അപ്പൊ 3XL ഒക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഒട്ടും മിസ് ചെയ്ത് ലിമിറ്റഡ് പീസസിലായിരിക്കും 3XL അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1199 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. നമുക്കൊരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. ഹക്കോബ കോട്ടണിൽ വന്നിട്ടുള്ള ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാനാണ് ഈ ഒരു കളർ ഷെയ്ഡിൽ ഏറ്റവും ഭംഗി വരുന്നത് കേട്ടോ. വീഡിയോയിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. നല്ലൊരു പ്രിന്റിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വരുന്നത്. ഏറ്റവും നല്ല ഇത്രയുള്ള കളക്ഷനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ്, ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. സെയിം ഫീച്ചർ തന്നെയാണ്. സെയിം നെക്കില് ഡിജിറ്റൽ പ്രിന്റും സീക്വൻസിംഗും ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത്. നമുക്കിന്റെ ക്ലോസർ വ്യൂ നോക്കാം. സെയിം നെക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ടോപ്പിന്റെ എൻഡിലായിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ഹക്കോബയിൽ ഒരു പ്രിന്റ് കൂടി വന്നിട്ടുണ്ട്. സീക്വൻസിംഗ് ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത്. നല്ലൊരു പ്രിന്റ് കൊടുത്തിട്ട് നല്ലൊരു ഗ്രീൻ ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നത്. ടോപ്പിന്റെ ഫ്രണ്ട് പോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്നത് ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിന്റ് കുറച്ചും കൂടി ഭംഗിയായിട്ട് വന്നേക്കുന്നത്. മറ്റേ രണ്ട് കളർ ഷെയ്ഡിലും ഇത്രയും പ്രിന്റ് വരുന്നില്ല. ഒരു നല്ലൊരു കളർ ഷെയ്ഡിലും നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെയാണ് സ്ലീവ്സിന്റെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത്. 47 ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോ ഷെയ്ഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. 40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട്. ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. ദുപ്പട്ടയും ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന മോഡലില് നല്ല ലെങ്ത്തിലാണ് ദുപ്പട്ടയും ചെയ്തിട്ടുള്ളത്. സെയിം പ്രിന്റ് തന്നെ ദുപ്പട്ടയിലും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വന്നിട്ട്. ദുപ്പട്ടയുടെ രണ്ട് എൻഡിലായിട്ടും ഈ ഒരു ടോപ്പ് പോർഷന്റെ അതേ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ബോർഡേഴ്സും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു പ്രിന്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏത് കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ആണത് ലാർജ് മുതൽ 3XL വരെയാണ്. 3XL പ്രത്യേകിച്ച് ഓർഡർ ചെയ്യുക. ലിമിറ്റഡ് പീസസിലായിരിക്കും. പ്രൈസ് വരുന്നത് 1199 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഹക്കോബ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡലിലാണ് വന്നിട്ടുള്ളത്. രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു കളക്ഷനും കൂടി കണ്ടിട്ട് വരാം.
ഹക്കോബ കോട്ടണിലെ ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറുതായ പച്ച ഒരു ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് റെയർ ആയിട്ടാണ് ഈ ഒരു കളർ ഷെയ്ഡ് കിട്ടുന്നത്. നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാൻഡ് വർക്കിന്റെ ഇപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കാണ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് കേട്ടോ. നല്ലൊരു വീനക്കാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഒരു സെന്ററിൽ ഒരു കട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വേസ്റ്റിൽ ബെൽറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേൺ ആണ്. നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. ഒരു വീനക്കാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഒരു ഒതുങ്ങിയിട്ടുള്ള വീനക്കിൽ ചെസ്റ്റ് പോർഷനിൽ മെഷീൻ എംബ്രോയിഡറി വർക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ ഒരു വേസ്റ്റ് കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൽ ബെൽറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷേപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അത്യാവശ്യം ഓൾട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്ലീവ്സ് നല്ല ക്യൂട്ട് ആയിട്ട് വരുന്ന ചെറിയൊരു പഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. എൽബോയ്ക്ക് മുകളിലായിട്ടാണ് സ്ലീവ്സ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഹക്കോബ പ്രിന്റിൽ ഇങ്ങനെ വരും. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ എൽബോയ്ക്ക് മുകളിലായിട്ടാണ് സ്ലീവ്സ് വരുന്നത്. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 785 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഇനി ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. സെയിം ഫീച്ചർ തന്നെയാണ്. വീനെക്കില് മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വർക്കിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. സെയിം വീനക്ക് തന്നെയാണ്. സെന്ററിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് കളേഴ്സിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു വർക്കിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. 46 ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ട് എൽബോയ്ക്ക് മുകളിലാണ് സ്ലീവ്സ് വരുന്നത്. ഒരു നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിട്ടിയ സ്റ്റൈലിൽ നമുക്ക് യൂസ് ചെയ്യാം. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ സൈസിലാണ്. ഇത് ഡബിൾ എക്സൽ സൈസിൽ ഇത് വരുന്നില്ല. മീഡിയം, ലാർജ്, എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 785 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ 6 ഡേയ്സിലായിരിക്കും. നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് യൂഷ്വലി എല്ലാ പ്രൊഡക്റ്റും ഡിസ്പാച്ച് ചെയ്യുന്നത്. നമുക്ക് DTDC അവൈലബിൾ ആണ്. DTDC വേണമെന്നുള്ളവര് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. DTDC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതല്ല, ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും. നമുക്കിപ്പോ ഇത്രയും നാളും നമുക്ക് ഡെലിവറി ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഡെലിവറി ഇപ്പൊ കുറച്ച് ഡിലേ വരുന്നുണ്ട്. മഴയുടെ ഇഷ്യൂസും പിന്നെ കുറെ ഏരിയയിൽ എത്തിപ്പെടാനായിട്ട് വെള്ളത്തിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിലേ ആവുന്നത് കേട്ടോ. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത്. എങ്കിൽ പോലും ചെറിയ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ ഒരു 1 മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇഷ്യൂ എവിടെയാണ് വരുന്നത് അത് ആ വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ കട്ട് ചെയ്തതിനു ശേഷം വരുന്ന ഇഷ്യൂസിന് നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചോ ചെയ്തു തരുന്നതല്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇഷ്യൂ എവിടെയാണോ വരുന്നത് ആ ഒരു വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ചോ വാട്ടവർ നിങ്ങൾ എന്താണോ പറയുന്നത് നമ്മളത് ചെയ്തു തരുന്നതാണ്. സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. എപ്പോഴും ഒരു സൈസ് കൂടുതലോ അല്ലെങ്കിൽ കറക്റ്റ് സൈസ് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി സൈസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ മെഷർമെന്റ് ഇവിടെ നിന്ന് എടുത്തു തരും. അപ്പൊ നിങ്ങൾ അത് കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം കറക്റ്റ് സൈസ് ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിൽ റിട്ടേൺ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മെഷർമെന്റ് എടുത്തു തരാം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.